മദ്യലഹരിയിൽ ആ ഒരു പ്രശ്നത്തെ അതായത് വലുതാക്കാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട് മദ്യം എന്നുള്ള ഒരു ഫാക്ടർ. യൂഷ്വലി നമുക്ക് പല തർക്കങ്ങളും ഇപ്പോഴത്തെ ടീനേജേഴ്സിന്റെ ഇടയിലും അല്ലെങ്കിൽ എന്താ പറയാ യൂത്തിനിടയിലും ഉണ്ട്. അതായത് ആ നിമിഷ നേരത്തെ കൊണ്ട് തർക്കങ്ങൾ, പ്രത്യേകിച്ച് അതിന് വലിയ കാരണങ്ങളൊന്നും വേണ്ട. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ പറയുന്നു ആൺസുഹൃത്താണ്, അപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലോ അവർക്കുണ്ടായ തർക്കമാകാം. ആ തർക്കത്തിന്റെ ഉള്ളില് മദ്യം എന്ന് പറയുന്ന ഫാക്ടർ കയറിയിട്ട് ആ തർക്കത്തിനെ എന്ത് ചെയ്യാം, നമ്മള് വലുതാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്നതിന്റെ അർത്ഥം നോർമലായിട്ട് തിങ്ക് ചെയ്യുന്നതിന്റെ അപ്പുറത്തോട്ട് അല്ലെങ്കിൽ അത് ആ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പ്രതികരിക്കുന്ന രീതികൾ വ്യത്യാസപ്പെടും. അപ്പം ഒരു ഷോർട്ടായിട്ട് നമ്മൾ അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മൾ തർക്കിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ തർക്കത്തിന്റെ വ്യാപ്തിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാറും, അഗ്രഷൻ കൂടും. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പല ടീനേജേഴ്സിന്റെ ഇടയിലും ഒരു ഇങ്ങനത്തെ നൈറ്റ് ഔട്ട്സുകൾ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ പറയുന്ന പോലെ പുറത്തു പോവുക അല്ലെങ്കിൽ ചില എന്താ പറയാ പാരന്റ്സിനെ കബളിപ്പിച്ച് പുറത്തു പോകുന്നൊക്കെ ഒരു ട്രെൻഡായി മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഏതെങ്കിലും രീതിയിലുള്ള ബാക്കി കാര്യങ്ങൾക്കുള്ള കൺസെന്റ് ആയിട്ട് ചില ആൾക്കാരെങ്കിലും എടുക്കാറുണ്ട്. അങ്ങനെ ആകാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതായത് ആ കുട്ടിക്ക് എന്താ പറയുക താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ നിർബന്ധിച്ചതിന്റെ ഒരു തർക്കമാകാനുള്ള ചാൻസസ് ഞാൻ അതിന്റെ അത് കാണുന്നുണ്ട്. അതാണ്, ഇതിനു മുൻപ് ഇവ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നിരന്തരം ഫോണിൽ വിളിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു ഈ അലൻ എന്നൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു തർക്കത്തിനൊടുവിൽ ഒരു പക്ഷേ ആ അലൻ്റെ നിർബന്ധപ്രകാരം തന്നെ രാത്രിയിൽ അല്ലെങ്കിൽ പകൽ പോയതായിരിക്കാം ഇയാളുടെ കൂടെ. ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നതും ഒരു വിജനമായ സ്ഥലമാണ്. അവിടുത്തെ ഒരു നാട്ടുകാരൻ സംസാരിക്കുമ്പോൾ പറയുന്നത് അവിടെ സ്ഥിരമായി ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ട് ഒരു പക്ഷേ ഒരു വാക്കുതർക്കം പിന്നെയും സംഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഈ മദ്യലഹരിയിൽ കൂടെ ആവുമ്പോൾ കൊലപാതകത്തിലേക്ക് എത്തി എന്ന് തന്നെ വേണം കരുതാനല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ആ സ്ഥലത്തിന്റെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷന് അല്ലെങ്കിൽ ഇതുവരെയുള്ള അവിടുത്തെ ആരൊക്കെയാണ് അവിടെ വൈകുന്നേരങ്ങളിൽ പോകുന്നത്, അല്ലെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ആൾക്കാരധികം പ്രത്യേകിച്ച് ഇങ്ങനെ പറയുന്നു എന്താ പറയാ കുട്ടികൾ ആരും കാണാത്ത രീതിക്ക് നിൽക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ അതിനുവേണ്ടി ചൂസ് ചെയ്യുന്ന സ്ഥലം, അതിന്റെ സ്പെഷ്യാലിറ്റി ആ സ്ഥലത്തിനുണ്ട്. അതിന്റെ ഒപ്പം തന്നെ അവിടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രസൻസോ അല്ലെങ്കിൽ സർവിലൻസോ ഇല്ലാത്ത സ്ഥലം, കൂടെ ആ CCTV ദൃശ്യങ്ങളിൽ ചിലപ്പോൾ ഒരു വാക്കുതർക്കത്തിന് തുടക്കമുണ്ടോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇപ്പം ഒരു തുടക്കത്തിലാണ്, ഇൻവെസ്റ്റിഗേഷൻ തുടക്കത്തിൽ എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ എങ്കിലും അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം അവർ രണ്ടുപേരും കൺസെന്റോട് കൂടിയായിരിക്കണം അവിടെ പോയിട്ടുണ്ടാകുക, അല്ലാതെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതായിരിക്കില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് അങ്ങനെ ഒരു സ്ഥലത്തെ തർക്കത്തിനിടയിലായിരിക്കണം ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാകുക. അതുതന്നെയാണ് ഇതിലിപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു കല്ലൊക്കെ ഈ മൃതദേഹത്തിന് അരികിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കല്ല് ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതൊക്കെയാണ് മനസ്സിലാവുന്നത്. ആ ഒരു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ പിന്നീട് അതിൻ്റെ ആ ഒരു ദേഷ്യം അത് അവസാനിക്കുന്നവരെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനോഭാവമൊക്കെയാണ് ഇപ്പോഴത്തെ യുവാക്കൾക്കുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഈ മദ്യലഹരിയിൽ കൂടി ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവർക്കൊരു ബോധമൊന്നും ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് എങ്ങനെയാണോ അതിനെ ആ ഒരു ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ള കാര്യം പോലും അവർക്കൊരു ബോധം ഉണ്ടാവില്ല. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു കൊലപാതകം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ഒരു യൂത്തിനിടയിൽ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ജയിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അത് ആരാണോ ജയിക്കുന്നത് ആ ജയിക്കാൻ വേണ്ടി വാക്കുകൊണ്ട് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ആയുധങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബേസിലോട്ടോ യൂത്ത് പോകുന്നത്. അതായത് നമ്മൾ യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ ജയം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ജയത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥ. മദ്യം കൂടി ആകുമ്പോഴത്തേക്കും അതിന് നമുക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ് അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിക്ക് വരുമ്പം ഒരു തർക്കത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കേടുകളിൽ നിന്ന് തുടങ്ങുന്ന ഇങ്ങനത്തെ ചില എന്താ പറയാ തർക്കങ്ങൾ പിന്നീട് ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഹീനിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങളിലോട്ട് പോകുന്നൊരവസ്ഥ നമുക്ക് ജനറലി കാണാം. അത് തന്നെ ആയിരിക്കണം ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടാകുന്നതാണ് എനിക്ക് വിചാരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.